Dear students, in the last class we have seen that the term lithosphere comes from the word lithos, which means rock. Today we are going to study about the portion rocks. The lithosphere acquires its name from the material with which it is made. If you look around, you can see rocks of different colors and hardness. This diversity is due to its constituents. The constituents of rocks are called minerals. More than 2000 minerals such as silica, mica, hematite, bauxite, etc. have been identified on Earth. ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിനാലാണ് ലിത്തോസ്ഫിയറിന് ആ പേര് ലഭിച്ചത്. നമ്മുടെ ചുറ്റുപാടുമൊന്ന് നിരീക്ഷിച്ചു നോക്കിയാൽ വ്യത്യസ്ത നിറത്തിലുള്ള കാഠിന്യത്തിലുള്ള ശിലകൾ നമുക്ക് കാണാൻ കഴിയും. ശിലകളിലുള്ള ഈ വൈവിധ്യത്തിന് കാരണം അവയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ്. ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ഘടകങ്ങളെയാണ് മിനറൽസ് എന്ന് പറയുന്നത്. സിലിക്ക, മൈക്ക മീൻസ് അഫ്ഡം, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് എന്നിങ്ങനെ 2000-ലധികം ധാതുക്കൾ ഭൂമിയിൽ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ mode of formation, rocks can be classified into 3. They are igneous rocks, sedimentary rocks and metamorphic rocks. രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. അവയാണ് ഇഗ്നീസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ്, മെറ്റമോർഫിക് റോക്സ്. First of all, let us look about igneous rocks. Igneous rocks are formed by the molten rock material rising through the fissures in the crust and solidifying either on the surface of the earth or within the crust itself. Example, granite, basalt. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിൻ്റെ ഉള്ളിൽ വെച്ചോ ക്രസ്റ്റിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന റോക്സിനെയാണ് ഇഗ്നീസ് റോക്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഗ്രാനൈറ്റും ബസാൾട്ടും. ആസ് ഓൾ അതർ റോക്സ് ടൈപ്സ് ആർ ഫോംഡ് ഫ്രം ദ ഇഗ്നീസ് റോക്സ്, ദേ ആർ കോൾഡ് പ്രൈമറി റോക്സ്. അതായത് മറ്റെല്ലാ ശിലകളും ഇഗ്നീസ് റോക്സിന് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നത് കൊണ്ടതാണ് ഇഗ്നീസ് റോക്സിനെ പ്രൈമറി റോക്സ് എന്നുകൂടി പറയുന്നുണ്ട്. Then sedimentary rocks. Rocks undergo weathering in course of time. The debris so formed will be deposited in the low region as layers. These materials gradually get lithified and transformed into sedimentary rocks. Example, sandstone, limestone. കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറഞ്ഞ് വിവിധ തരം സെഡിമെൻ്ററി റോക്സ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. അതിന് എക്സാമ്പിളാണ് സാൻഡ്സ്റ്റോൺ, മണൽക്കല്ലും, ലൈംസ്റ്റോൺ, ചുണ്ണാമ്പുകല്ലും. As the sedimentary rocks are formed in layers, they are also known as stratified rocks. ഇത് ലെയേഴ്സായിട്ട് ഫോം ചെയ്യുന്നതുകൊണ്ട്, പാളികളായി രൂപപ്പെടുന്നതുകൊണ്ട് സെഡിമെൻ്ററി റോക്സിനെ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നും വിളിക്കുന്നുണ്ട്. സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറഞ്ഞാൽ അടുക്കുശിലകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. Then metamorphic rocks. When rocks undergo physical and chemical changes,
Due to high temperature and pressure, metamorphic rocks are formed. Example, marble, slate. ഉയർന്ന പ്രഷർ മൂലമോ ടെമ്പറേച്ചർ മൂലമോ ശിലകൾക്ക് ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ രൂപപ്പെടുന്നതാണ് മെറ്റമോർഫിക് റോക്സ്. അതിന് എക്സാമ്പിളാണ് മാർബിൾ, സ്ലേറ്റ് എക്സെട്ര. മെറ്റമോർഫിക് റോക്സ് ആർ പ്രോമിനൻറ്റ് ഇൻ കേരള. കേരളത്തിൽ സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ മെറ്റമോർഫിക് റോക്സ് ആണ്. Then the rocks may not remain in their original form forever. They are subjected to several changes over time. A rock cycle is given in the textbook. By this we can understand the changes that occur to rocks. ശിലകൾ അവ രൂപപ്പെട്ട അതേ അവസ്ഥയിൽ തന്നെ എക്കാലവും തുടരണമെന്നില്ല. അതിന് കാലാന്തരത്തിൽ പലവിധ മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു റോക്ക് സൈക്കിളാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ശിലകൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് രൂപം പ്രാപിക്കുന്ന ശിലാചക്രം. Okay. The next portion which we have to study is weathering. The rocks undergo various changes with the time. Such disintegration or decomposition of rocks is known as weathering. അതായത് നമ്മൾ പലതരത്തിലുള്ള ശിലകളെ പറ്റി കണ്ടു. അവയ്ക്ക് കാലാന്തരത്തിൽ പലവിധ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും നമ്മൾ കണ്ടു. ഇത്തരത്തിൽ ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ വെതറിംഗ് അഥവാ അപക്ഷയം എന്ന് വിളിക്കുന്നത്. ആസ് എ റിസൾട്ട്, അപക്ഷയത്തിൻ്റെ ഫലമായി ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കമ്പോസിഷൻ ഓഫ് റോക്സ് ചേഞ്ച്. As a result, the physical and chemical composition of rocks change. അതായത് ഈ ശിലകൾക്ക് അപക്ഷയത്തിൻ്റെ ഫലമായിട്ട് രാസപരമായും ഭൗതികപരമായും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. Weathering can be classified into three. They are physical weathering, the expansion and contraction of minerals due to the variation in temperature result in weathering. Disintegration also occurs due to the freezing of water in the fissures of rocks. അതായത് താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും വെതറിങ്ങിന് കാരണമാകുന്നു. കൂടാതെ ഫിസേഴ്സിനുള്ളിൽ നിന്ന് വിള്ളലുകൾക്കുള്ളിൽ നിന്ന് ജലം തണുത്തുറയുന്നത് കൊണ്ടും ശിലകൾ പൊടിഞ്ഞു പോകാറുണ്ട്. ദെൻ കെമിക്കൽ വെതറിങ്. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ എക്സെട്ര react with the minerals and result in the chemical decomposition of rocks. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകളിൽ രാസപരമായ വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇതാണ് കെമിക്കൽ വെതറിങ്. Then biological weathering. The plant roots penetrating into the fissures in rocks, burrowing of animals, and the decomposition of plants and animals remains lead to weathering. Apart from this, human activities such as mining,
and quarrying also lead to weathering. സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറുജീവികൾ മാളങ്ങളുണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവും ഒക്കെ അപക്ഷയത്തിന് കാരണമാകാറുണ്ട്. കൂടാതെ ഖനനം, പാറപൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങളും അപക്ഷയത്തിന് കാരണമാകുന്നുണ്ട്. നമ്മൾ കണ്ടത് ഏതൊക്കെ തരത്തിലുള്ള അപക്ഷയത്തിന് കാരണങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഭൗതിക അപക്ഷയം അഥവാ ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ വെതറിങ്, ദെൻ രാസിക അപക്ഷയം കെമിക്കൽ വെതറിങ്, ജൈവിക അപക്ഷയം അഥവാ ബയോളജിക്കൽ വെതറിങ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ബയോളജിക്കൽ വെതറിങ് ആണ്. ബയോളജിക്കൽ വെതറിങ്ങിന് മനുഷ്യരുടെ പ്രവർത്തനങ്ങളും കാരണമാകുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു. ഇപ്പം ഇവിടെ തുടർ പ്രവർത്തനം ഞാൻ തരികയാണ്. What are the human activities that lead to the weathering of rocks? അതായത് മനുഷ്യൻ്റെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അപക്ഷയത്തിലേക്ക് നയിക്കുന്നത് എന്ന് കണ്ടെത്തുക. കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചർ നോക്കി കണ്ടെത്തുക. മറ്റു കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടെത്തി അസൈൻമെൻറ്റ് പൂർത്തിയാക്കുക. ഓക്കെ, താങ്ക് യു.